ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരുപാട് പേർക്കുണ്ടായ ഒരു സംശയമാണ്, ഈ ഗേറ്റ് എക്സാം എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് പഠിക്കണോ ഓഫ്ലൈനായിട്ട് പഠിക്കണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഡയറക്ഷൻ ഞാൻ നൽകും. അതായത് ഞാൻ ഒരിക്കലും ബയാസ്ഡ് ആയിട്ട് സംസാരിക്കില്ല, ഈ ഓൺലൈനാണ് ബെറ്റർ, ഓഫ്ലൈൻ കുറച്ച് മോശമാണ്, അല്ലെങ്കിൽ ഓഫ്ലൈനാണ് ബെറ്റർ, ഓൺലൈൻ മോശമാണ് എന്നുള്ള രീതിയിൽ ഒരിക്കലും ഞാൻ എന്ത് ചെയ്യില്ല, ബയാസ്ഡ് ആയിട്ട് സംസാരിക്കില്ല. ഞാൻ ഇതിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഓൺലൈനും ഓഫ്ലൈനും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഓൺലൈൻ വേഴ്സസ് ഓഫ്ലൈൻ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഒന്നാമത്തെ പോയിന്റ് നമ്മൾ ഫീ വെച്ചിട്ടുണ്ടെന്ന് കമ്പയർ ചെയ്യാം. നമ്മൾ ഫീ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫീ വരാൻ പോകുന്നത് ഏതിനായിരിക്കും എന്നറിയാം? ഏറ്റവും കൂടുതൽ ഫീ വരാൻ പോകുന്നത് ഓഫ്ലൈൻ ആയിരിക്കും ഓൺലൈൻ ആയിരിക്കും? ഡെഫിനറ്റ്ലി അത് ഓഫ്ലൈനിൽ തന്നെ ആയിരിക്കും അല്ലേ. ഓഫ്ലൈൻ്റെ ഫീസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് ഏറ്റവും മിനിമത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 80,000 എങ്കിലും ഫീസായിട്ട് വരുന്നുണ്ടാവും. ഓക്കെ 80,000 എങ്കിലും ഫീസായിട്ട് വരുന്നുണ്ട് ഓഫ്ലൈനായിട്ട് നിങ്ങൾ ഗേറ്റ് പഠിക്കുകയാണെങ്കിൽ. പക്ഷേ അതിൽ തന്നെ മറ്റൊരു ഘടകം കൂടി പറയാനുണ്ട് കേട്ടോ. അതിന് മുന്നേ ഞാൻ ഫീസിൻ്റെ കാര്യം മാത്രം പറയുകയാണെങ്കിൽ, ഇവിടെ ഓൺലൈനിലേക്ക് വരികയാണെങ്കിൽ ഓൺലൈനിൽ നമുക്ക് വരുന്നൊരു ഫീസ് എന്ന് പറയുന്നത് അത് മിനിമം ഒരു 25,000 താഴെ ആയിരിക്കും എന്തായാലും വരുന്നുണ്ടാവുക. ലെസ് ദാൻ 25,000 ആണ്. അപ്പോൾ ഫീസിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് വരാൻ പോകുന്നത് ഓൺലൈൻ തന്നെയാണ്. ഓഫ്ലൈനിൽ എന്താണ്, ഫീസ് വളരെ ഹൈ ആയിരിക്കും. ഈ ഫീസ് കൂടാതെ നിങ്ങൾ ഹോസ്റ്റലിൽ പഠിക്കുകയാണെങ്കിൽ, ഒരു 6 മാസം നിങ്ങളൊരു ഹോസ്റ്റലിൽ പഠിക്കുകയാണെങ്കിൽ മിനിമം ഒരു 60,000 രൂപയെങ്കിലും നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫുഡ് ആൻഡ് അക്കോമഡേഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ആസ് എ ടോട്ടൽ ഓഫ്ലൈനിൽ വരുന്ന ഫീസ് എന്ന് പറയുന്നത് 1.4 lakh ആയിരിക്കും കേട്ടോ. 1.4 lakh ആയിരിക്കും ഓഫ്ലൈനിൽ വരിക. ഓൺലൈൻ ആകുന്ന സമയത്ത് ആ ഒരു ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എക്സ്ട്രാ ചാർജസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ, കാരണം നമ്മൾ വീട്ടിലിരുന്ന് തന്നെ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട്. അതാണ് ഫീസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഫീസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഓൺലൈനിൽ ക്ലിയർ ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. ഈ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഈ ഓഫ്ലൈൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ ക്ലാസ് റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലാസ് എന്തായാലും അറ്റൻഡ് ചെയ്ത് നമ്മൾ അന്നത്തെ ദിവസം അത്രയും ക്ലാസ് കേട്ടിട്ടായിരിക്കും വരിക. ഓൺലൈൻ ആകുമ്പോൾ എന്താ സംഭവിക്കുക? ഓൺലൈൻ ആകുന്ന സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ വിചാരിക്കും റെക്കോർഡഡ് ക്ലാസ് അല്ലേ, നമുക്ക് ഇന്നിപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷന് പോകാം, പിന്നെ എന്തായാലും റെക്കോർഡഡ് ആണല്ലോ, നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം, അല്ലെങ്കിൽ നാളെ നമുക്കൊരു സിനിമയ്ക്ക് പോകാം, പിന്നെ ഒരു ദിവസം കാണാം. ആ ഒരു കൺസിസ്റ്റൻസിയുടെ കുറവ് എന്തുണ്ട് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഓഫ്ലൈനാണ് മുന്നിട്ട് നിൽക്കുന്നത് അല്ലേ. കൺസിസ്റ്റൻസി, അതായത് കൃത്യമായിട്ടുള്ള ആ ഒരു എക്സാമിൻ്റെ കൺസിസ്റ്റൻസി കൂടുതൽ ആർക്കുണ്ടാവും? ഇവിടെ ഓഫ്ലൈനിലുണ്ടാവും. ഇവിടേക്ക് വരുന്ന സമയത്ത് എന്തായിരിക്കും? കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുറവായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. അതായത് നിങ്ങൾ ഈ എക്സാമിന് പഠിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു രീതിയിലുള്ള കമ്പാരിസൺ നിങ്ങൾ നടത്തണം. അതായത് നിങ്ങൾക്ക് ഓൺലൈനിൽ കംഫർട്ടബിൾ ആണോ എന്നുള്ളത്, ആ ഒരു എൻവയോൺമെൻറ്റിൽ നിങ്ങൾ കംഫർട്ടബിൾ ആണോ എന്നുള്ളത്. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഓഫ്ലൈനിൽ പോകാൻ ഒരുപാട് പേർക്ക് പല തരത്തിലുള്ള ഇൻഹിബിഷൻസുകൾ ഓഫ്ലൈനിൽ ഉണ്ടാവാറുണ്ട്. കാരണം നമ്മൾ ബിടെക് ഒക്കെ കഴിഞ്ഞ് വീണ്ടും പഠിക്കാൻ വേണ്ടി തന്നെ നമ്മൾ ഒരു കോച്ചിങ് സ്ഥാപനത്തിൽ പോകാമെന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പേർക്കൊക്കെ ഒരു മടി ഉണ്ടാവും. അങ്ങനെ മടിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഓഫ്ലൈനിലേക്ക് പോകരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്, ഓൺലൈൻ ചൂസ് ചെയ്യാം. എന്നാൽ ചില ആളുകൾക്ക് ഒരിക്കലും ഓൺലൈനിൽ ഒരു കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചൂസ് ചെയ്യാൻ പറ്റും? ഓഫ്ലൈൻ ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്കിവിടെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരാനുള്ളത്. ദെൻ ഓഫ്ലൈനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് ഹൈദരാബാദിലും ഡൽഹിയിലുമാണ്. ഓക്കെ, ഏറ്റവും മികച്ച ഗേറ്റ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ കൂടുതലുള്ളത്, ഞാൻ സ്ഥാപനങ്ങളുടെ പേര് ഞാൻ പറയുന്നില്ല, അത് ഹൈദരാബാദിലും അതേപോലെ തന്നെ ഡൽഹിയിലുമാണ് ഏറ്റവും കൂടുതൽ ഓഫ്ലൈനിലായിട്ട് ഏറ്റവും മികച്ച കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുള്ളത്. എന്നാൽ നമുക്ക് ഓൺലൈൻ്റെ കേസ് വരുമ്പോൾ നമുക്ക് പ്ലേസ് ഒരു ഫാക്ടറി അല്ല അല്ലേ. ഇപ്പോൾ നമ്മൾ എൻട്രിയുടെ ഗേറ്റ് കോച്ചിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻട്രിയുടെ ഗേറ്റ് കോച്ചിങ് എന്ന് പറയുന്നത്, എൻട്രി എല്ലായ്പ്പോഴും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഹൈദരാബാദിലും ഡൽഹിയിലൊക്കെ ഉള്ള ടോപ്പ് ലെവൽ ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സസ് ആണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ലഭിക്കാൻ പോകുന്നത്. അത് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ഓഫ്ലൈനിലെ എല്ലാ അധ്യാപകരും മികച്ച അധ്യാപകരായിരിക്കണമെന്നില്ല. പക്ഷേ ഓൺലൈനിൽ മികച്ച അധ്യാപകരെ മാത്രമായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടാവുക. സോ ബെസ്റ്റ് ഫാക്കൽറ്റി ആയിരിക്കും എവിടെ വരുന്നുണ്ടാവുക? ഓൺലൈനിൽ വരുന്നുണ്ടാവുക. ഓക്കെ, ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആയിരിക്കും ഓൺലൈനിൽ വരുന്നുണ്ടാവുക. ഇനി എക്സാംസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഓഫ്ലൈൻ ആയിട്ടാണോ എക്സാം എഴുതുന്നത് അഡ്വാൻറ്റേജ്, ഓൺലൈൻ ആയിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഗേറ്റ് എക്സാം എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ഗേറ്റ് എക്സാം ആയിരിക്കും ഉണ്ടാവുക, ഒരിക്കലും ഓഫ്ലൈൻ അല്ല. സോ ടെസ്റ്റ് സീരീസിൻ്റെ കാര്യത്തിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്നത് എവിടെയാണ്? അത് ഓൺലൈനിൽ തന്നെയാണ് കേട്ടോ. ബെസ്റ്റ് ടെസ്റ്റ് സീരീസ് ഉണ്ടാവുക. ടെസ്റ്റ് സീരീസിൻ്റെ കാര്യത്തിൽ ഒരു ക്ലിയർ അഡ്വാൻറ്റേജ് ആർക്ക് വരുന്നുണ്ട്? ഓൺലൈനിൽ വരുന്നുണ്ട് ആസ് കമ്പയർഡ് ടു ഓഫ്ലൈൻ.
ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കമ്പൈൻ സ്റ്റഡിയുടെ സാധ്യതയാണ്. അതായത് ഗേറ്റ് പോലുള്ള എക്സാമിനേഷനിൽ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് പഠിക്കുന്നതിനേക്കാൾ ഒരു കമ്പൈൻ സ്റ്റഡി നിങ്ങൾക്ക് നടത്താൻ പറ്റുമെങ്കിൽ അത് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ അത് കൂടുതൽ ഉണ്ടാവുക ഓഫ്ലൈനിൽ പഠിക്കുന്ന സമയത്താണ്. സോ കമ്പൈൻ സ്റ്റഡിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പൈൻ സ്റ്റഡീൻ്റെ കാര്യത്തിൽ ആരാണ് നമുക്ക് എവിടെയാണ് പ്രിഫർ ചെയ്യാൻ പറ്റുക? ഗേറ്റിൻ്റെ കോച്ചിങ്, ഓഫ്ലൈൻ കോച്ചിങ് ആയിരിക്കും നമുക്ക് കൂടുതൽ പ്രിഫറബിൾ ആവുക. കാരണം ഓൺലൈനാകുമ്പോൾ കമ്പൈൻ സ്റ്റഡിയുടെ സാധ്യത കുറവാണ് എന്നുള്ളതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ വരുന്ന സമയത്ത് കമ്പൈൻ സ്റ്റഡിയുടെ സാധ്യത ഉപയോഗപ്പെടുത്താം. എങ്ങനെ? ഒരേ സെയിം ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു റൂമൊക്കെ എടുത്തിട്ട് ഏതെങ്കിലും നിങ്ങൾക്കൊരു ഹോസ്റ്റലിൽ റൂമൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് കമ്പൈൻ സ്റ്റഡി നടത്താവുന്നതാണ് എന്നുള്ളതാണ്. സോ അതൊരു സാധ്യത തന്നെയാണ്. അവിടെ ഹോസ്റ്റൽ ഫീ ഒക്കെ കൊടുക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന ഈ ഹോസ്റ്റൽ ഫീ എന്ന് പറയുന്നത് ഇവിടേക്ക് വരും കേട്ടോ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെ കമ്പൈൻ സ്റ്റഡി നടത്താനുള്ള സാധ്യത കുറവായിരിക്കുമല്ലോ. സോ അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാവുന്ന പോയിന്റ്സുകൾ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഓഫ്ലൈനിലും ഓൺലൈനിലും അതിൻ്റേതായ അഡ്വാൻറ്റേജസുകളുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളെ ബേസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും സ്യൂട്ടബിൾ എന്നുള്ളത്. എന്നിട്ട് അത് നിങ്ങൾ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏത് രീതിയാണ് എന്നുള്ളത് നിങ്ങളിവിടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ഏറ്റവും മികച്ച ചോയ്സ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. നമ്മളിവിടെ എൻട്രി ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് ഓൺലൈൻ ആയിട്ടുള്ള കോച്ചിങ് മാത്രമാണ്. സോ ഓൺലൈനായിട്ട് നിങ്ങൾ ഗേറ്റ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് അല്ലെങ്കിൽ ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു പ്ലാറ്റ്ഫോമാണ് എൻട്രിയുടെ ഗേറ്റ് എന്ന് പറയുന്നത്. സോ എൻട്രിയുടെ ഗേറ്റ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഗേറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ today. Thank you.